അപ്പോൾ നമ്മുടെ സ്പീക്കറൊക്കെ ഇതിനകത്ത് വരും കേട്ടോ. ഞാൻ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫോം ഷീറ്റ് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നീറ്റാക്കി കിടക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ജാക്കിയും അതിൻ്റെ ലിവറും വീൽ സ്പാനറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു തട്ടടിച്ചേക്കുന്നുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു തട്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഇതാ നമ്മൾ ഈ കാണുന്ന പലക വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ അകത്തിട്ട് സെയിം മാറ്റില്ല, ഇതാ ഈ കാണുന്ന മാറ്റി. അപ്പോൾ ഈ മാറ്റിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പോകണേ. അപ്പം നമ്മൾ ചില്ല അടച്ചിട്ടിട്ട്, അതായത് ഈ ഡിക്കി അടച്ചിട്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഇതായിരിക്കും കാണുന്നത്. അപ്പോൾ കുറച്ചുകൂടി നീറ്റായിട്ട് കിടക്കും. താഴ്ഭാഗത്ത് ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വലിയ പ്രശ്നം തോന്നില്ല, കാരണം ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളല്ലേ. കാണാൻ കുറച്ച് വൃത്തിയായിട്ടുണ്ടെങ്കിലും നമുക്കിതൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ എങ്ങനെ പിടിച്ച് കറക്റ്റായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പലക മുറിച്ചതിനകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ, ഇവിടെ കയറിയിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടത് നമുക്ക് ഇതെല്ലാം നമ്മൾ മാറ്റടിക്കണം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാറ്റടിക്കണം. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചില്ലടക്കില്ലേ, അടയ്ക്കുമ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ആ ഒരു ഭാഗമായിരിക്കും നമ്മൾ കാണുന്നത്. പുറത്തുനിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗമായിരിക്കും കാണുന്നത്. അപ്പോൾ അതിൽ നമ്മളങ്ങനെ മാറ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെക്കുമ്പോൾ കാണാൻ വൃത്തിയായിരിക്കും. അതിൻ്റെ അടിയിലാണ് നമ്മുടെ ജാക്കിയൊക്കെ ഇരിക്കുന്നത്, അതിലേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധ പോകത്തില്ല. അതിന് വേണ്ടിയാട്ടോ സംഭവം ചെയ്യുന്നത്. ഈ ഒരു മാറ്റമാണ് നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് മിച്ചം വന്ന മാറ്റമാണ്. കറക്റ്റായിട്ട് ലെങ്ത് കിട്ടും, കിട്ടും, യെസ്, ലെങ്ത് കറക്റ്റായിട്ട് കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഓവർലാപ്പ് ചെയ്താൽ അവിടെ ഭയങ്കര ടൈറ്റ് വരും. ഇപ്പോൾ തന്നെ ടൈറ്റാണ്. അങ്ങനെ ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത്ര അറ്റത്തോട്ട് വെക്കണ്ട, നമുക്ക് അധികം വേസ്റ്റ് വരാത്ത രീതിയിൽ ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മടക്കി വെച്ചുകൊണ്ട് നമ്മുടെ സ്റ്റാപ്ലർ അടിച്ചാൽ മതി. സ്റ്റാപ്ലർ അടിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്നോളും. സ്റ്റാപ്ലർ പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല, അത് 2 ദിവസം എടുക്കും നമ്മുടെ കൈ തിരിച്ച് കിട്ടാൻ വേണ്ടി. തൽക്കാലം നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാം. ഒരു 2-3 സ്ക്രൂ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഇത് ഇത്രയും വിട്ടുണ്ട്, ഇങ്ങോട്ട് ഇത്രയും വിടുക, ഇങ്ങോട്ട് ഇത്രയും വിടുക, എന്നിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു അളവ് എടുക്കാം. അങ്ങനെ കട്ട് ചെയ്താൽ മതി. കത്രിക മുറിവുള്ളായിരിക്കുമേ. ഓക്കെ, നാളതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ, എന്നിട്ട് കാണിക്കാം. അപ്പോൾ ഈ കൂടെ തന്നെ നമ്മുടെ ജീപ്പിൻ്റെയും ബേസിൽ പെയിൻ്റ് അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അകത്ത് നല്ല പൂഴിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ വർക്കിന് കൊണ്ടുപോകുന്നതാണ്. വർക്കിന് കൊണ്ടുപോകുമ്പോഴത്തേക്കിനും അത്യാവശ്യം പൂഴിയൊക്കെ വീഴുന്നതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അടിഭാഗം ഒന്ന് പെയിൻ്റ് അടിക്കാൻ പോകാം. നല്ല പൂഴിയുണ്ട്. ഈ വണ്ടിയിൽ നമ്മളങ്ങനെ അധികം യാത്രയൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. ഇതിപ്പോൾ ജസ്റ്റ് വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. നല്ല രീതിയിൽ ഫുള്ള് പൂഴിയാട്ടോ. അപ്പോൾ ഇതൊന്നും ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുക, എന്നിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കണം. ഫുൾ ബ്ലാക്ക് ഫ്രണ്ടിൽ നിന്ന് ബാക്കി അടിക്കണം. എന്നിട്ട് പറ്റുവാണെങ്കിൽ ഇതിൻ്റെ അതും കൂടി നമുക്ക് മാറ്റി ചെയ്യണം. ചെയ്തിട്ട് വലിയ കാര്യമില്ല, കാരണം വർക്കിന് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ. എന്നാലും മാക്സിമം പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് നോക്കാം. എന്തായാലും ആദ്യം ഇതിന് പെയിൻ്റ് അടിച്ചെടുക്കാം. ഓക്കെ, സൈഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഓൾറെഡി അതിൻ്റെ അകത്ത് ടൈറ്റാണ് നമ്മുടെ ഈ ഒരു ലെങ്ത് വെക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇനി എക്സ്ട്രാ സൈഡിലേക്ക് മാറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെയും ടൈറ്റാവും. നേരെ കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാണ്. എന്നിട്ട് ഇതിനെ മടക്കി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആണി അടിക്കാൻ വേണ്ടി പോകട്ടോ. ഇതെങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് അടിക്കുക. അപ്പം തിരിച്ച് വെക്കുന്ന സമയത്ത് സെറ്റായിട്ട് കിട്ടും. ഒരറ്റത്തുനിന്ന് തുടങ്ങിക്കോ, കുഴപ്പമില്ല. അടിച്ചിട്ട് മടക്കിയാലും ഈ ആണി ചിലപ്പോൾ അപ്പുറേ വരുമായിരിക്കും. അപ്പോൾ പകുതി അടിച്ച് കയറ്റിച്ച് ബാക്കി മടക്കിക്കളാം. മടക്കി അത് മതി. അങ്ങനെ അടിച്ചു പോയാൽ മതി. അപ്പുറത്തെ വർഷം കറക്റ്റാണോ നമുക്കറിയാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, ഇത് ഇത്രയും വെച്ചും കിടപ്പുണ്ടല്ലോ. കയറട്ടെ കുറച്ച് കയറി കഴിഞ്ഞ് മടക്കാൻ മതി. നല്ല ടൈറ്റായിട്ട് കയറണേ. അപ്പുറത്ത് വന്നുണ്ടോന്ന് നോക്കിയാൽ വരുന്നില്ലെങ്കിൽ ഇല്ലല്ലേ, എന്നാൽ പ്രശ്നമില്ല, നേരെ അടിച്ചിട്ട് വെച്ചാൽ മതി. ഓക്കെ, ആണി അപ്പുറത്ത് വരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അടിച്ചടിച്ച് തന്നെ പോവാം. ഒരു സൈഡ് ഫുള്ളായിട്ട് നല്ല ടൈറ്റ് ആയിരിക്കണം, നല്ല ടൈറ്റ് ആയിരിക്കണം. എന്നാലും നല്ല ടൈറ്റ് വേണം. നല്ല ടൈറ്റ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഫിനിഷിങ് കിട്ടുള്ളൂ. ഓക്കെ, ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ച് ചേർത്തിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ആണി അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദാ ഇങ്ങനെയാണ് ഇതിൻ്റെ രൂപം. നമുക്ക് ജസ്റ്റ് വണ്ടിക്കകത്തോട്ടൊന്ന് വെച്ചുകൂടി നോക്കാം. ഓക്കെ,
മറ്റേ തടിയും കൂടി വെച്ചിരിക്കണം. ഏതാ സൈഡിലത്തെ അല്ലേ, അതും കൂടി നമുക്ക് വെക്കണം. ഇത് കൂടാതെ വേറൊരു സംഭവം ചെയ്യാറുണ്ട് കേട്ടോ. ഇത് കണ്ട ഈ ഒരു ഭാഗം കണ്ട, ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് മാറ്റുകൊണ്ട് ചെയ്യണം. ഓക്കെ, കയറുവാൻ നോക്കാം. ആ ഇല്ലില്ല, അത് അവിടെ ഇച്ചിരി പ്രഷർ കൊടുത്ത് കയറ്റണം. അത് ആ കയറട്ടെ അടിച്ചു കയറ്റിക്കോ. അത് കുഴപ്പമില്ല, പെയിൻ്റൊക്കെ നമുക്ക് ഇനി രണ്ടാമത് ചെയ്യാനുള്ളതല്ലേ. അതൊന്ന് സെറ്റാക്കി. അതെ, യെസ്. കണ്ട, നമ്മൾ വണ്ടി അടച്ചു കഴിയുമ്പോൾ ഈ സാധനമായിരിക്കും കാണുന്നത്. ഒരു വൃത്തി കിട്ടും അതിന്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മുടെ കുറച്ചുകൂടി വീതിക്ക് നമുക്ക് വെക്കാമായിരുന്നു കേട്ടോ. കണ്ടത് ഇത്രയും വീതിക്ക് വെക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പീസ് വെച്ച് നോക്കി കേട്ടോ. വെച്ച് നോക്കിയപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് തോന്നി ഇത് ഇത്രയും വീതിക്ക് വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഇത് അടച്ചു കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഗ്യാപ്പ് കാണാത്ത രീതിയിൽ കിട്ടും. അപ്പം നമ്മൾ ഈ ആദ്യം വെച്ച പലകയില്ലേ, അതിൻ്റെ മിച്ചമുള്ള ഒന്ന് എടുത്ത് വെച്ച് നോക്കി ഡോർ അടച്ചു നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു തിക്നെസ് കൂടി വരും, കാരണം ഈ മാറ്റിൻ്റെ തിക്നെസ് കൂടി വരും, എന്നാലും വലിയ വിഷയമില്ല. അതുകൊണ്ട് നമ്മൾ ഇതേപോലത്തെ ഒരു പല കൂടി എടുത്തിട്ട് സെയിം സംഭവം ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ 2 പീസായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഒരു പക്ഷേ നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും സാധനം വെക്കാൻ വേണ്ടി ഒരു പീസ് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാമല്ലോ. ഒറ്റ നോട്ടത്തിൽ പ്രശ്നമൊന്നും തോന്നത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് കൂടി എടുത്തിട്ട് ഈ സെയിം സാധനം ഒന്നുകൂടി സെറ്റ് ചെയ്യാൻ പോകട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് സ്പീക്കറൊക്കെ ഇതിൻ്റെ അടിയിലായിരിക്കും, കണ്ടില്ലേ, ഇതിൻ്റെ താഴത്തേക്ക് വരും. ഈ ഒരു സൈഡിലൊരു സ്പീക്കർ, ഈ ഒരു സൈഡിലൊരു സ്പീക്കർ വരും. ഈ കാണുന്ന ഗ്യാപ്പൊക്കെ നമ്മൾ ഫില്ല് ചെയ്യും കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ആ കാണുന്നില്ലേ അതുപോലത്തെ ഫോം ഷീറ്റ്, ഇതുപോലത്തെ ഫോം ഷീറ്റ് ഉണ്ട്. അതുകൊണ്ട് സൈഡെല്ലാം ഫില്ല് ചെയ്യും, പക്ക നീറ്റാക്കി നമ്മൾ ക്ലോസ് ചെയ്തെടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരെണ്ണം കൂടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അടിച്ച് അത് ഇച്ചിരി ലൂസായിട്ടാണ് ഞാൻ പണിത്. അപ്പോൾ അത് ഇച്ചിരി ഫ്രണ്ടിലിട്ടാൽ മതി. അത് ഇച്ചിരി ലൂസാക്കിയാൽ ഇത് ഇച്ചിരി ടൈറ്റ് ആയതുകൊണ്ട് കയറ്റിയിട്ട് ഈ സൈഡ് ആദ്യം കയറ്റി. അത് തള്ളി വിട്ടാൽ മതി. ആ ഓക്കെ, യെസ്, സെറ്റിമസാ. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരെണ്ണം ചെയ്യാനായിട്ടുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഒരെണ്ണം വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 വെച്ചാൽ സെറ്റായിരിക്കും തോന്നി. അങ്ങനെ നമ്മൾ 2 വെച്ച് കേട്ടോ. ഇപ്പോൾ നോക്കിയേ, അടച്ചേ. യെസ്, ഇല്ല അടച്ചോ. ആ ഓക്കെ, എടാ ഇപ്പോൾ നമ്മൾ അടയ്ക്കുമ്പോൾ ഇങ്ങനെ നേരത്തെ ഇത്രയും ഗ്യാപ്പ് കാണുമായിരുന്നു, ഇപ്പോൾ അതും ഇല്ല കേട്ടോ. സെറ്റാണ്, മനസ്സിലായില്ലേ?